ട്രംപിന്റെ നയങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം സ്വന്തം രാജ്യത്തിനും ആ തലവേദന വരുത്തി വെക്കുകയാണ് ട്രംപ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ തകർച്ചയിലേക്കാണ് അമേരിക്ക പോകുന്നത്. ഇത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശം അവസ്ഥയിലേക്കല്ലേ കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങൾക്ക് ട്രംപ് ഉണ്ടാക്കുന്ന തലവേദന, അതിൻ്റെ ഒരു 5 ഇരട്ടിയെങ്കിലും തലവേദന സ്വന്തം രാജ്യത്ത് ട്രംപ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അങ്ങനെയാണ്. ഈ ട്രംപിൻ്റെ സ്വതവേ അമേരിക്ക വളർച്ചയുടെ കാര്യത്തിൽ പിന്നിലാണ്. ഇത് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് സ്വീകരിച്ച നടപടികൾ ഈ സാമ്പത്തികമായി അമേരിക്കയെ അഭിവൃദ്ധിപ്പെടുത്താൻ, വീണ്ടും അമേരിക്കയെ നമ്പർ 1 ആക്കാൻ ഒക്കെയുള്ള ശ്രമം. അങ്ങനെ അമേരിക്ക ഫസ്റ്റ്, ലോകത്തെ എല്ലാ മേഖലയിലും അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്താൻ ഉള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. അത് ടൂറിസം മേഖലയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് പഠനങ്ങൾ, അമേരിക്കയിൽ തന്നെയുള്ള പഠനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ വർഷം $12.5 ബില്യൺ നഷ്ടമാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് ടൂറിസം രംഗത്തും മാത്രം. അതായത് ഈ 2019 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചിട്ടൊക്കെയാണ് അവരിത് പറയുന്നത്. 2019 ഇപ്പോൾ 4000 തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയിലാണ് അവരെത്തി നിൽക്കുന്നത്. ഈ ടൂറിസം മേഖലയിൽ വിനോദസഞ്ചാരികളുടെ വരവുണ്ടല്ലോ, അത് മുമ്പത്തെക്കാളും 22.5% കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഓരോ പ്രവിശ്യകൾ തന്നെ എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പോകുന്നില്ല. ഓരോ പ്രവിശ്യയിലെയും കണക്കുകൾ ലഭ്യമാണ്. ലോസ് ആഞ്ചൽസ് ഉണ്ട്, വാഷിങ്ടൺ ഉണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെയും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇപ്പോൾ ഡിസ്നി വേൾഡ് സന്ദർശിക്കാൻ വരുന്നവർ, അവരൊക്കെ പണ്ട് വലിയ തോതിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ ഡിസ്നി വേൾഡ് സന്ദർശിക്കാൻ കുടുംബസമേതം ആൾക്കാർ എത്തുമായിരുന്നു. ഇപ്പോഴതെല്ലാം വിട്ടിട്ട് അവര് തീം പാർക്കുകളിലേക്ക്, ജപ്പാനിലെയോ അല്ലെങ്കിൽ മറ്റേ സിംഗപ്പൂരിലെയോ ടൊറന്റോയിലെയോ ഒക്കെ തീം പാർക്കുകളിലേക്ക് ആൾക്കാർ പോവാണ്. കാരണം ചെലവ് കുറവാണ്. ഈ ഡിസ്നി വേൾഡിൽ വരുന്നതിനേക്കാൾ എത്രയെങ്കിലും വലിയ കുറവ് അവർക്ക് വിനോദസഞ്ചാരി, നമ്മളാണെങ്കിലും അതെ, ലാഭമുള്ളിടത്തേക്കല്ലേ നമ്മൾ പോവുള്ളൂ. വിനോദസഞ്ചാരികൾ വരുന്നത് അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. ആ മാനസികോല്ലാസം കുറഞ്ഞ ചെലവിൽ എവിടെന്നെങ്കിലും ലഭിക്കുമെങ്കിൽ അവരങ്ങോട്ടേക്ക് പോകും. ഇപ്പം ഉദാഹരണത്തിന് അമേരിക്കയിലേക്ക് വിസ ഫീ എന്ന് പറഞ്ഞ് $250 അവർ ഫീസ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ പ്രവേശിക്കണമെങ്കിൽ വിനോദസഞ്ചാരികൾക്കാകട്ടെ, അമേരിക്കയിൽ അറിയാലോ, വിനോദസഞ്ചാരികൾ വരുന്നത് ഈ ടൂറിസം വിസയിലാണ് വരുന്നു. അവരവിടെ ഏതാനും ദിവസമോ അല്ലെങ്കിൽ ആഴ്ചകളോ ചെലവഴിക്കുന്നു, അവർ മടങ്ങുന്നു, അല്ലേ? പക്ഷെ അതിന് പോലും $250 ഫീസ് ചുമത്തുകയാണ്. അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് സാമാന്യ രൂപത്തിൽ ആലോചിച്ചാൽ ആർക്കും മനസ്സിലാവും. ഈ വരുന്ന വിനോദസഞ്ചാരികളിൽ നിന്നുള്ള ഞെക്കിപ്പിഴിഞ്ഞ് പണം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വിനോദസഞ്ചാരികൾ വരട്ടെ എന്ന് വിചാരിച്ച് നിയമത്തിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ച്, ഈ ഫീസുകളിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ച്, സൗജന്യങ്ങൾ ഓഫർ ചെയ്ത് അവരെ വരുത്തുകയല്ലേ വേണ്ടത്. ഒരാൾ വരുന്നതും 10 പേര് വരുന്നതും 100 പേര് വരുന്നതും 1000 പേര് വരുന്നതും തമ്മിലുള്ള വരുമാനത്തിന്റെ വരവിനെ കുറിച്ച് നമുക്കൊന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞതുപോലെ യാത്രക്കാരുടെ വരവ് 22.5% കുറഞ്ഞു. 1. 2, ഇതിപ്പോ നമുക്ക് ഈ വർഷം മുഴുവനും ആയിട്ടില്ല കേട്ടോ. ജൂൺ ജൂലൈ മാസത്തിലെ കണക്കുകളാണ് ഈ പറയുന്നത്. ജൂണില് ഹോട്ടൽ ഒക്യുപ്പൻസി, അതായത് ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം 14.9% കുറഞ്ഞു കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ മാസത്തേക്കാൾ. അത് ജൂലൈയിലെത്തിയപ്പോൾ 66.7% മാത്രമാണ് എത്തി നിൽക്കുന്നത്. നോക്കൂ, അതിൻ്റെ കൂടെ ഈ 15%, അപ്പോൾ കൂട്ടിയിരുന്നെങ്കിൽ ഏതാണ്ട് 80-ന് മുകളിലേക്ക്, 85-നടുത്ത് വരെ എത്തുന്ന തരത്തിൽ, അതായത് 85% റൂമുകൾ വിനോദസഞ്ചാരികൾ ബുക്ക് ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ അത് 66% കുറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച്, അതായത് വേനൽക്കാലത്തും വിനോദസഞ്ചാരികൾ ധാരാളമായിട്ട് അമേരിക്കയിലെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് വരും. കാരണം അവിടെ അപ്പോൾ നല്ല കാലാവസ്ഥയായിരിക്കും. ഇതിനെക്കുറിച്ച് പക്ഷെ വേനൽക്കാലത്ത് വിനോദസഞ്ചാരികൾ വന്നില്ല, അവരുടെ വരവ് വളരെ കുറഞ്ഞു എന്നാണ് തദ്ദേശീയരും വിദേശീയരുമായ. മാത്രമല്ല
അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ട്രംപിന്റെ വൈകല്യങ്ങൾ, നയവൈകല്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. വളരെ നെഞ്ചത്തേക്ക് കയറും. അതെ, അവരുടെ നെഞ്ചത്തേക്ക് കയറി. അവർ ഭയന്നിട്ടായിരിക്കും മിണ്ടാത്തത്. ഒരു ഇരുണ്ട അധ്യായമാണ് അമേരിക്കൻ ടൂറിസം രംഗത്ത് അമേരിക്കയ്ക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഈ ട്രംപ് ഒരു സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് അങ്ങനെയാണ്. കാരണം ഈ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. വളരെ ഞെട്ടിക്കുന്ന, അതായത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യ അടക്കം 183 രാജ്യങ്ങള് മുന്നോട്ടാണ്. വളർച്ച കൈവരിക്കുമ്പോൾ അമേരിക്ക വളരെ പിന്നിലേക്ക് പോവുകയാണ്. വളർച്ചയല്ല, തളർച്ചയാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരുന്നത് വളരെ കുറഞ്ഞു. ഇന്ന് മാത്രമല്ല, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ അമേരിക്കയിൽ പോകണ്ട, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ തയ്യാറാകുന്ന അവരുടെ നാട്ടിലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. നിങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല കിട്ടുന്നത്. അമേരിക്കയുടെ പെരുമാറ്റം ചിലപ്പോൾ മോശമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തടഞ്ഞു വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അമേരിക്കൻ പാർലമെന്റിലാകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇതൊന്നും ഉയർത്താൻ, വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവസരം ട്രംപ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഏതാണ്ട് അവിടെ അമേരിക്കയിലെ ജപ്പാൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. വളരെ രസകരമായ കണക്കാണ്. ഈ ജപ്പാൻ റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം 200 ജാപ്പനീസുകാർ വരുമായിരുന്നു. ജപ്പാനിൽ നിന്നുള്ള 200 പേർ വരുമായിരുന്നു. ഇപ്പൊ അത് 30 കുറഞ്ഞിരിക്കുകയാണ്. 30 കിട്ടിയ ഭാഗ്യം എന്നാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉടമകൾ, അതായത് ഈ ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന. നമുക്കറിയാം, ഈ ജാപ്പനീസ് വിഭവങ്ങൾ വളരെ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ്. അപ്പോൾ ജപ്പാൻകാർ എവിടെ പോയാലും അവർ ഈ ജാപ്പനീസ് വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഓടിച്ചെല്ലും. അത് കഴിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും നമുക്കറിയാം ചൈനീസ് ഡിഷ്, ജാപ്പനീസ് ഡിഷ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറില്ലേ. അപ്പോൾ ജാപ്പനീസ് ഡിഷിന് വലിയ എന്താ പറയാ, ആൾക്കാർ ഒരുപാട് പേര് വരുമായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നു എന്നാണ്. ഇപ്പോൾ 2026 അമേരിക്കയിൽ ലോകകപ്പ് നടക്കാൻ പോവാണ്, ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോവാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ബൈഡൻ ട്രംപ് അങ്ങനെ അവകാശപ്പെടുമോ? ബൈഡൻ സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് ഇതെല്ലാം എന്ന്. അല്ല, അതിനകത്ത് കുറച്ച് വാസ്തവങ്ങളുണ്ട്. ഈ ബൈഡൻ സർക്കാരിന്റെ കാലത്തെ ഈ പ്രശ്നങ്ങൾ തുടങ്ങി. അവർക്ക് ഇത് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അവരിത് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നൊരു പ്രശ്നമാണ്. അത് തന്നെ ട്രംപ് വന്നപ്പോൾ അത് കൂടുതൽ വഷളായി. ട്രംപ് വന്നാൽ എല്ലാം ശരിയാകും. കേരളത്തിലെ മുദ്രാവാക്യം LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ പോലെ ട്രംപ് വരും എല്ലാം ശരിയാകും. ട്രംപ് എല്ലാത്തിനും ശരിയാക്കി. ഈ ബൈഡൻ കാണിച്ചു കൂട്ടിയ കുഴപ്പങ്ങള്, ബൈഡൻ അനാവശ്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഈ ട്രംപിന്റെ ബൈഡന്റെ വിഷയങ്ങൾ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൂടാ, എല്ലാം നടന്നു, എല്ലാം കുളമായി. ബൈഡനേക്കാൾ കൂടുതൽ കുളമാക്കി. ഈ പറഞ്ഞ കണക്ക് ഇപ്പോ 2026 ലോകകപ്പ് വലിയ പരാജയമായിരിക്കും. അമേരിക്കയിൽ വിദേശത്തുനിന്ന് ആൾക്കാർ വരില്ല എന്നാണ് അവർ ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സാമ്പത്തിക വിദഗ്ധരടക്കം ടൂറിസം രംഗത്തുള്ള അവർ നമ്മളെ പോലെയല്ല. അവിടെ ഏജൻസികളൊക്കെ ഇത് കൃത്യമായിട്ട് പഠിച്ച് ഈ വലിയ വലിയ കമ്പനികൾക്ക് റിപ്പോർട്ട് കൊടുക്കും. കാരണം അവരതിനനുസരിച്ചാണ് അവരുടെ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ഗെയിം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ബജറ്റ് പ്ലാനിങ്, എല്ലാ കാര്യത്തിലും. ഈവൻ അമേരിക്കൻ ഗവൺമെന്റ് പോലും വെളിയിൽ നിന്നുള്ള ഏജൻസികളെ വെച്ച് ഇതൊക്കെ പഠിക്കും. കാരണം അവർക്ക് ബജറ്റ് അത്രയും കോടാനുകോടി ഡോളറുകളുടെ ബജറ്റാണ്. 30 ട്രില്യൺ ഡോളറിലാണ് അവരുടെ എക്കോണമി നിൽക്കുന്നത്, GDP നിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ വലിയ തോതിൽ അവർ കടം വാങ്ങിക്കുന്നു. ഇതെല്ലാം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ഈ അമേരിക്ക സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കണ്ടമാനം കുറവ് വന്നത് വലിയ തകർച്ചയിലേക്ക് അമേരിക്ക പോകുന്നതിൻ്റെ സൂചനയാണ്. നമ്മൾ ഈ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് തകരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കൂ, പാകിസ്ഥാനിൽ എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ. അതേസമയം തൊട്ടപ്പുറത്ത് നേപ്പാളിൽ, നമ്മുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന, വടക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യമാണ്.
പക്ഷെ അവിടെ പോലും ടൂറിസ്റ്റുകൾ ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ പാകിസ്ഥാനിൽ വരുന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ ടൂറിസം എന്ന വാക്ക് പോലും പറയാൻ പറ്റില്ല. ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ടൂറിസ്റ്റുകൾ വരുന്നു. ഇന്ത്യയിൽ എന്തുമാത്രം ടൂറിസ്റ്റുകൾ വരുന്നു. ടൂറിസത്തിലൂടെ നമുക്ക് വലിയ വരുമാനമുണ്ടെങ്കിലും ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, പിന്നെ അവര് വളരെ വലിയ സാഹചര്യങ്ങളാണ് അവിടെ ഒരുക്കുന്നത്. പക്ഷെ ഈ അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വലിയ നാശത്തിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടി, ഈ ടൂറിസം മേഖലയിലൂടെ കിട്ടുന്ന വരുമാനം നഷ്ടപ്പെടുന്നതോടുകൂടി അമേരിക്കയ്ക്ക് അത് ചെറിയ തിരിച്ചടിയല്ല, കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കുമെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്.